ആദ്യം വേണ്ടത് ഈശ്വരനുമായിട്ട് നല്ലൊരു കൂട്ട്, നമ്മളുടെ വിശ്വസ്തത ഉറപ്പിക്കണം. നമുക്ക് നല്ല എന്താ പറയുക, എങ്ങനെയാണോ നമ്മൾക്ക് വിശ്വസ്തരായ ഒരു കൂട്ടുകാരുള്ളൂ, അല്ലേ? നമുക്ക് എല്ലാ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും, കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും, അല്ലേ? ആ ഒരു അറ്റാച്ച്മെൻറ്റാണ് ഈശ്വരനോട് നമ്മൾ കാണിക്കേണ്ടത്, ഈശ്വരനുമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കുമല്ലോ. എന്ത് കാര്യം വേണമെങ്കിലും പറയാം, ഏത് രഹസ്യം വേണമെങ്കിലും ഷെയർ ചെയ്യാം എന്നുള്ള ഒരു അത്ര അടുപ്പത്തിലുള്ള ഒരു ഫ്രണ്ട്സ് നമുക്കുണ്ടാകും. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു വിശ്വാസ്യത നമുക്ക് ഈശ്വരനോട്, നമ്മൾ ആരാധിക്കുന്ന അതായത് നമുക്ക് ഓരോരുത്തരോടായിരിക്കും ആരാധന. ചിലവർക്ക് കൃഷ്ണനോടായിരിക്കും, ചിലവർക്ക് ദേവിയോടായിരിക്കും, ചിലവർക്ക് ശിവനോടായിരിക്കാം. അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന രൂപം, ആ ഭഗവാൻ ആരാണോ അവരെ നമ്മൾ അങ്ങോട്ട് ചേർത്ത് പിടിക്കുക. നമ്മളുടെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ, നമ്മൾ മനസ്സിൽ കേട്ടോ, മനസ്സിൽ ഷെയർ ചെയ്യുക. ഉറക്കെ പറയണമെന്നൊന്നുമില്ല. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും, ഭഗവാനെ ഞാനിന്നൊരു ടെസ്റ്റ് എഴുതാൻ പോവുകയാണ്, എനിക്ക് അതിന് വേണ്ട ശക്തി തരണേ, എനിക്ക് ബുദ്ധി തരണേ, ഓർക്കാനുള്ള ആ ഒരു കഴിവ് എനിക്ക് തരണേ. അങ്ങനെ ഏതിനും നമ്മൾ രഹസ്യമായി നമ്മളുടെ മനസ്സിൽ ഈശ്വരനുമായിട്ട് സംവദിക്കുക, രഹസ്യങ്ങൾ പറയുക, നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ പറയുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തു വരുന്നത്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വിളക്ക് കൊളുത്തുമ്പോൾ മാത്രമല്ല, അല്ലാത്ത സമയത്തും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ കൃഷ്ണ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനാമൂർത്തി കൃഷ്ണനാണ്. അപ്പോൾ ഞാൻ ഏത് നേരം കൃഷ്ണനെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ വിളിക്കണത്. പക്ഷേ വിളക്കൊക്കെ കൊളുത്തുന്നത് രാവിലെ മിക്കവാറും അത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്ന സമയത്ത് അങ്ങനെ കൊളുത്തിയിരുന്നു. അല്ല ദിവസം വിളക്ക് അങ്ങനെ കൊളുത്താറില്ല, വൈകിട്ടാണ് എന്നും വിളക്ക് കൊളുത്താറുള്ളത്. ചില ദിവസങ്ങൾ, നല്ല ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ വിളക്ക് കൊളുത്തും, ചന്ദനത്തിരി കൊളുത്തും, സാമ്പ്രാണി അതൊക്കെ പുകയ്ക്കും. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പോഴും വീട്ടിൽ സുഗന്ധം അങ്ങനെ നിറഞ്ഞ് നിൽക്കണം, ഒന്നല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ, അങ്ങനെയൊക്കെ നമ്മൾ സുഗന്ധദ്രവ്യങ്ങൾ നമ്മൾ മണക്കുമ്പോൾ നമ്മൾക്കൊരു പ്രത്യേക ഒരു എനർജി കിട്ടും. മനസ്സൊക്കെ ഭയങ്കര വിശാലമാകും. നമുക്ക് ദുഃഖങ്ങളൊന്നും ഇല്ലാത്ത പോലെ സന്തോഷിക്കാനുള്ള ഒരു മൂഡ് നമുക്ക് കിട്ടും. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം ഈശ്വരനുമായിട്ട് നല്ലൊരു കൂട്ടുകൂടുക. എല്ലാത്തിനും നമ്മൾക്ക് ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ വിശ്വാസം കൊണ്ട് നടക്കുക. അതാണ് ആദ്യം വേണ്ടത്. പിന്നെ നമ്മൾ ദിവസം ഒന്നല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒന്ന് വിളക്ക് കൊളുത്തി, അല്ലെങ്കിൽ ആരെങ്കിലും വിളക്ക് കൊളുത്തി വെച്ചത് പ്രാർത്ഥിച്ചാലും മതി. ഒരു 10 മിനിറ്റ് എല്ലാം മറന്ന് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുക. ഉറക്കെ പറയണമെന്നൊന്നുമില്ല, നമ്മുടെ ആഗ്രഹങ്ങളൊന്നും പറയണമെന്നൊന്നുമില്ല. സാധാരണ ഞാൻ ഒരു ആഗ്രഹങ്ങളും ഈശ്വരനോട് ആവശ്യപ്പെടാറില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ്. എന്നും ഭഗവാനെ, എന്നെ, എൻ്റെ മക്കളെ, എൻ്റെ വേണ്ടപ്പെട്ടവരെയും കാത്തുകൊള്ളണേ, ദീർഘായുസ് തരണേ, എന്നും കൂടെ ഉണ്ടാകണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടുകൾ എപ്പോഴെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, പ്രശ്നങ്ങൾ വരും, വരാതെ ഇരിക്കില്ല. പക്ഷേ ആ പ്രശ്നങ്ങൾ നമ്മളറിയാതെ അത് സോൾവ് ആകുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാം. ഞാൻ പലപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആദ്യം വേണ്ടത് വിശ്വസിക്കുക. എല്ലാം ഈശ്വരൻ ആണ്. ഈശ്വരനല്ലാതെ നമ്മൾക്ക് ആരുമില്ല. ആരെല്ലാം ഉണ്ടെങ്കിലും ഈശ്വരൻ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ നമ്മൾക്ക്. അപ്പോൾ ഈശ്വരനെ നന്നായി വിചാരിക്കുക, പ്രാർത്ഥിക്കുക. രാവിലെ ഒരു നേരമെങ്കിലും, രാവിലെ ആണെങ്കിൽ അത് വൈകുന്നേരം, എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക കേട്ടോ. ഞാൻ മിക്കവാറും വൈകുന്നേരങ്ങളിലാണ് എങ്ങനെ ഞാൻ വിളക്ക് കൊളുത്തി ആത്മാർത്ഥമായി അതിൽ മാത്രം ഒരു അരമണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കും. ചന്ദനത്തിരി കൊളുത്തും, കർപ്പൂരം കാണിക്കും, സാമ്പ്രാണി എല്ലാ റൂമിലും കൊണ്ടുപോയി കാണിക്കണം. ഞാൻ എല്ലാ റൂമിലും കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടല്ലോ നമുക്കൊരു മുഷിവ് തോന്നില്ല. ഏത് റൂമിൽ പോയാലും അവിടെയൊക്കെ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. ആ മണവും സന്ധ്യ നേരത്ത് എനിക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറേ വർഷങ്ങളായി, എപ്പോൾ ഓർമ്മ വെച്ച് കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ
ഞാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കുട്ടിയിലൊക്കെ മുത്തശ്ശി നമഃശിവായ സന്ധ്യയ്ക്ക് നാമജപങ്ങളൊക്കെ പറഞ്ഞു തരും. അത് ഡെയിലി ഞങ്ങൾ പറയും ഒപ്പം. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ അതൊക്കെ അത്ര ആത്മാർത്ഥതയോടൊന്നും ആയിരുന്നില്ല. മുത്തശ്ശി പിടിച്ചിരുത്ത് നിർബന്ധപൂർവ്വം സന്ധ്യ നേരത്ത് പിടിച്ച് ഇരുത്തിയിട്ട് ചൊല്ലിപ്പിക്കണം. അപ്പം നമ്മൾ ചൊല്ലണമെന്നേ ഉള്ളൂ. പക്ഷെ അന്ന് നമ്മൾ അത് ഡീപ്പായിട്ട് എടുത്ത് പ്രാർത്ഥിക്കുന്നതൊന്നുമല്ല. പിന്നെ കുറച്ചൊക്കെ ബുദ്ധി വന്ന് ഒരു 10-17 വയസ്സായപ്പോഴാണ് നമ്മൾ നന്നായിട്ട് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങളും ഞാൻ ആവശ്യപ്പെടാറില്ല. ഞാൻ ഇത്ര ആവശ്യം, എൻ്റെ ഈശ്വര ഭഗവാനെ കൃഷ്ണ എന്നെ എൻ്റെ മക്കളെയും കാത്തുകൊള്ളണേ, ഞങ്ങൾക്ക് നല്ലത് വരുത്തണേ, എന്നും കൂടെ ഉണ്ടാവണേ, സന്തോഷവും സമാധാനവും ഉണ്ടാകണേ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. അല്ല ഒരു പ്രത്യേക കാര്യം വേണം, എനിക്ക് അത് ചെയ്തു തരണം ഇത് ചെയ്തു തരണം എന്ന് ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ. പക്ഷേ ഞാൻ എന്തെല്ലാം മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, അത് ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം ഈശ്വരൻ നടത്തി തന്നിട്ടുണ്ട്. നമ്മൾക്കും നടത്തി തരും, എല്ലാവർക്കും നടത്തി തരും. നമ്മളായിട്ട് ഒന്നും ആവശ്യപ്പെടാനൊന്നും നിൽക്കണ്ടായി. ഇത്രമാത്രം ഭഗവാൻ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് കേട്ടോ. അതുപോലെ എനിക്ക് അഥവാ എപ്പോഴെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ വന്നാൽ, എന്തെങ്കിലുമൊക്കെ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ആക്സിഡൻറ്റ്, എന്തെങ്കിലും കാർ ഓടിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. എനിക്കൊന്നും പറ്റിയില്ല, കാറിനും ഒന്നും പറ്റിയില്ല. അതിന് ആക്സിഡൻറ്റ് എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആ റോട്ടിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. ഒറ്റപ്പാലം റൂട്ടാണ് കേട്ടോ. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ആ ആക്സിഡൻറ്റ് ഉണ്ടായി വണ്ടി നിന്നപ്പോൾ എവിടുന്നാണെന്നറിയില്ല ഒരുപാട് ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കാറ് വരലും ഓരോരുത്തർ വണ്ടി നിർത്തി ഞങ്ങളുടെ അടുത്ത് വരലും എന്താ പറ്റിയതെന്ന് ചോദിക്കലും ഒക്കെ ആയിരുന്നു. ഭാഗ്യം കൊണ്ട് നമുക്ക് ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ പല സന്ദർഭങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്തൊക്കെ അതൊക്കെ നമ്മളെപ്പോലും അതിശയിക്കുന്ന രീതിയിൽ എല്ലാം സോൾവായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ വിചാരിക്കുന്നത് ഭഗവാൻ കൃഷ്ണ പല രൂപത്തിൽ വന്ന് നമ്മളെ പിന്നെ എന്താ പറയുക, പല രൂപത്തിൽ വന്ന് നമ്മളെ സഹായിക്കുന്നതാണെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ. അത് അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും എന്തായാലും എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് താല്പര്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ രാവിലെ വൈകുന്നേരം നന്നായിട്ട് വിളക്ക് കൊളുത്തി അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈശ്വര ചിന്ത സ്ട്രോങ് ആയിട്ട് വേണം. നമ്മളെ മനസ്സിലങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഭഗവാൻ മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളൊരു വിചാരം നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഭഗവാൻ എന്തായാലും കൂടി ഉണ്ടാകും. ഒന്നായില്ലേ. പിന്നെ രണ്ടാമത്, നമ്മൾ ദൈവപ്പടം എപ്പോഴും ചിലവിടെ ഞാനും ആദ്യം അങ്ങനെയായിരുന്നു കേട്ടോ. ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെച്ച് 1, 2, 3 ദിവസം കഴിയുമ്പോഴേ അത് എടുത്ത് മാറ്റുള്ളൂ. പക്ഷേ എനിക്ക് പിന്നെ തോന്നി അത് ശരിയല്ല. എന്തായാലും ഒരു ദൈവികമായിട്ടുള്ള നമ്മൾ പടങ്ങളൊക്കെ വെച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന സ്ഥലമല്ലേ, എല്ലാ ദിവസവും ആ ചന്ദനത്തിരിയുടെ ആ ചാരം എടുത്ത് മാറ്റുക, അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. അതുപോലെ തന്നെ പിന്നെ അടുത്തത് വിളക്ക് നമുക്ക് ദിവസം തേച്ച് കഴുകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ അത്ര എണ്ണ ഒഴിച്ച് കത്തിച്ചാൽ മതി. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ കത്താനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ കോട്ടൺ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ പീസ് തുണികളുണ്ടല്ലോ, ആ തുണി കൊണ്ട് അത് മുഴുവൻ തുടച്ചെടുക്കുക. വെറുതെ തുടച്ചെടുത്താൽ മതി. അപ്പോൾ അതിൽ ആ കരിയും അല്ലെങ്കിൽ ആ പച്ച നിറത്തിൽ എന്തെങ്കിലും, അത് ഒരുപാട് ദിവസമായാലാണ് പച്ച നിറത്തിൽ കളുമ്പ് പിടിക്കുക. അല്ല 2-3 ദിവസം കൊണ്ടൊന്നും കളുമ്പ് പിടിക്കില്ല. പക്ഷെ ഇങ്ങനെ വിളക്ക് കത്തിയിട്ട് കരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, വിളക്ക് ചെറിയതായിട്ട് കരിയും. അവിടെയൊക്കെ ഈ പഞ്ഞി എടുത്തിട്ടോ അല്ലെങ്കിൽ ചെറിയ തുണി വെച്ചിട്ടോ ആ എണ്ണയോടുകൂടി തുടച്ച് വൃത്തിയാക്കി എടുത്താൽ നല്ല പ്ലെയിൻ ആയിരിക്കും വിളക്ക്. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ പുളിയോ അല്ലെങ്കിൽ നാരങ്ങയും വിം ലിക്വിഡും ഒക്കെ ഇട്ടിട്ട് കഴുകുന്നത് നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം അതെന്തായാലും വിളക്ക് കഴുകി വെക്കണം. അല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ ഈ കോട്ടൺ തുണി എടുത്ത് ഉപയോഗിച്ച് അതിങ്ങനെ തുടച്ചെടുത്താൽ മതി. ഞാനങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നിട്ട് വിളക്ക് കൊളുത്തുക, രാവിലെ വൈകുന്നേരം വിളക്ക്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് ഒന്നല്ലെങ്കിൽ അത് വ്യാഴാഴ്ച ആയിരിക്കും അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിരിക്കും. ചിലപ്പോൾ ഈ ദിവസങ്ങൾ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഞാൻ കൂടുതൽ സമയം
ഒന്നല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കൂടുതൽ സമയം 1 മണിക്കൂറെങ്കിലും ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും കേട്ടോ. ശരിക്കും മനസ്സുരുകി വിളക്കൊക്കെ കൊളുത്തി, പിന്നെ ചന്ദനത്തിരി കൊളുത്തി, കർപ്പൂരം കൊളുത്തി, പിന്നെ അല്ലെങ്കിൽ കർപ്പൂരം കൊളുത്തിൽ ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ സാമ്പ്രാണി നമ്മൾ ഈ കനലാക്കിയിട്ട് പുകയ്ക്കുക, അല്ലെങ്കിൽ സാമ്പ്രാണി സ്റ്റിക്ക് ഉണ്ടല്ലോ അതൊക്കെ പുകച്ച്, ഒന്നല്ലെങ്കിൽ പാല്, കാച്ചിയ പാല്, അല്ലെങ്കിൽ പഴം, അല്ലെങ്കിൽ നാളികേരം ഉടച്ചത് വെച്ചിട്ട് നിവേദ്യമായിട്ട് ഒരു പൂക്കൾ അർപ്പിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട ഭഗവാന്. അങ്ങനെ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയുക, മനസ്സിന് ഭയങ്കര നമുക്ക് ഒരു ദുഃഖങ്ങളും ഉണ്ടാവില്ല. നമ്മളുടെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്ന പോലെ സിമ്പിൾ, ഒരു തടസ്സങ്ങളും ഇല്ലാതെ നടക്കും. അങ്ങനെയൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നതാണ് കേട്ടോ, നിങ്ങൾക്കും കൂടി പറഞ്ഞു തരുന്നത്. നിങ്ങളങ്ങനെയൊന്നും ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഇതെല്ലാം ആണെങ്കിൽ, അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം വേണ്ടത് നമ്മൾക്ക് നല്ല ഉറച്ച വിശ്വാസം, ഈശ്വരനുമായിട്ട് നമ്മൾ കൂടുതൽ അടുത്തിരിക്കുക. ഈശ്വരൻ മാത്രമേ നമുക്കുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ രാവിലെ വൈകിട്ട് ഒരു നേരമെങ്കിലും വിളക്ക് കൊളുത്തി ഒരു 10 മിനിറ്റ് നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് തിരക്കുണ്ടെങ്കിലും 10 മിനിറ്റ് പടത്തിൻ്റെ മുന്നിൽ, വിളക്ക് കൊളുത്തിയ പടത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. പിന്നെ 3ാമതാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആ വിളക്കും പടങ്ങൾ വെച്ച ഭാഗം വൃത്തിയായിരിക്കണം. പറ്റുമെങ്കിൽ 2-3 ദിവസം ആഴ്ചയിൽ ഒരിക്കൽ പടങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കുക. ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കണം. ചിലപ്പോൾ ചിലവരൊന്നും പടങ്ങളൊന്നും തുടയ്ക്കാറേ ഇല്ല, എനിക്കറിയാം. അങ്ങനെ പടങ്ങളൊന്നും തുടയ്ക്കാതെ വെക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളല്ലേ, പടങ്ങളല്ലേ, അപ്പോൾ അത് വൃത്തിയായി വെക്കണം. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും എല്ലാ പൂജാ റൂമോ ഒക്കെ തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക. വിളക്ക് 2-3 ദിവസം കൂടുമ്പോൾ കോട്ടൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ച് ആ കരിയൊക്കെ തുടച്ചെടുത്ത ശേഷം ക്ലിയർ ആവും കേട്ടോ. ആ എണ്ണയോടുകൂടി കോട്ടൺ ഉപയോഗിച്ച് ഇങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല ക്ലിയർ ആവും. പിന്നെ അത് കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നമ്മൾ ഈ പാലോ അല്ലെങ്കിൽ പഴം, അല്ലെങ്കിൽ എന്താ പറയുക, 2 ശർക്കര ആയാലും മതി, 2 വെല്ലം ആയാലും മതി, ഒരു ഇലയിലോ നല്ലൊരു പ്ലേറ്റിന് അതിനു വേണ്ടി മാത്രം ഒരു പ്ലേറ്റ് വെക്കുക. അല്ല ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, അതിൽ തുളസി ഇട്ട വെള്ളം വെച്ച് നമ്മൾ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നന്നായി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, പൂക്കൾ അർപ്പിക്കുക ഭഗവാന്. നമ്മൾ ആരാധിക്കുന്ന മൂർത്തി ഏതാണെന്ന് വെച്ചാൽ ആ മൂർത്തിയുടെ പടം വെച്ച്, അല്ലെങ്കിൽ സങ്കല്പിച്ച്, പടം ഇല്ലെങ്കിൽ നമ്മൾ വിളക്ക് കൊളുത്തി സങ്കല്പിച്ചിട്ട് ഈ പൂവ് അർപ്പിക്കുക, വിളക്കിൽ പൂവ് അർപ്പിക്കുക, അല്ല പടം ഉണ്ടെങ്കിൽ പടത്തിൽ അർപ്പിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിലും ഉപരിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അതിൽ എല്ലാ റൂമിലും നമ്മൾ കാണിക്കണം ഈ ചന്ദനത്തിരിയും, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതുണ്ടല്ലോ സാമ്പ്രാണി പുകച്ചത് എല്ലാ റൂമിലും കൊണ്ടുപോയി കാണിക്കണം. അടുക്കളയിലൊക്കെ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വൈകുന്നേരം ഗ്യാസ് സ്റ്റൗവിൽ പോലും ഞാൻ 3 പ്രാവശ്യം ഇങ്ങനെ തൊഴുത് നന്നായി പ്രാർത്ഥിച്ച് സാമ്പ്രാണി ഇങ്ങനെ ഞാൻ അന്നപൂർണേശ്വരിയാണ് കേട്ടോ പ്രാർത്ഥിക്കുക. അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അന്നപൂർണേശ്വരിയെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുക. ദേവി ഭഗവതി എന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടും വരുത്തരുത്, എന്നും കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതുപോലെ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാണ്. എന്നും ഈശ്വരൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും അറിയിച്ചില്ല. അഥവാ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം നേരിടാനുള്ള ശക്തി എനിക്ക് തരും. ഒന്നും പേടിക്കില്ല. അല്ലെങ്കിൽ കുറച്ച് ടെൻഷൻ അടിക്കും, അയ്യോ അത് ശരിയാവുമോ, എങ്ങനെ ആവുമോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചാലും ഞാൻ പോലും അറിയാതെ അത് ഭഗവാൻ എനിക്ക് സോൾവ് ചെയ്ത് തരും. അപ്പോൾ അതൊന്ന്. ഇനി ഇതിലെല്ലാത്തിലും ഉപരിയായിട്ട് ലാസ്റ്റ് വേണ്ടത് എന്താണെന്നറിയാം, ഇതെല്ലാം നമ്മൾ ചെയ്താലും ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്നാലേ നമ്മൾക്ക് കൂടുതൽ ഗുണങ്ങൾ കിട്ടുള്ളൂ. ഭഗവാൻ നമ്മൾക്ക് കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ആരോടും ഒരുപാട് ദേഷ്യങ്ങളൊന്നും മനസ്സിൽ വെച്ച് ഏത് നേരം വെച്ച് നടക്കാതിരിക്കുക, പക വെച്ച് നടക്കാതിരിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരില്ല. മനസ്സ് എന്താ പറയുക, നെഗറ്റീവല്ലേ മനസ്സിൽ മുഴുവൻ. നമ്മളെന്നും പോസിറ്റീവായിട്ടിരിക്കുക. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഭഗവാൻ കൊടുക്കും.
മനസ്സിലായില്ലേ? നമ്മളായിട്ട് നമ്മളതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മളെന്തെങ്കിലും 2 വാക്ക് തിരിച്ചങ്ങോട്ട് പറയുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ദേഷ്യം വെച്ച് നടക്കുമായിരിക്കും. അത്രയേ ഉള്ളൂ. അത്രയേ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 2 ചീത്ത പറയുമായിരിക്കും നമ്മളെ അവരെ കാണുമ്പോൾ, അത്രയേ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഭഗവാൻ കൊടുത്താലുണ്ടല്ലോ, നമ്മളെ മനഃപൂർവ്വം ദ്രോഹിക്കുന്നവരെ ഭഗവാനെ വിട്ടുകൊടുത്താലുണ്ടല്ലോ, ഭഗവാൻ നല്ല ഇതായിരിക്കും കൊടുക്കുക. നല്ല എന്താ പറയുക, നല്ല ശിക്ഷയായിരിക്കും കൊടുക്കുക. നമ്മൾക്കൊന്നും ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഭഗവാന് വിടുക, എല്ലാം ഈശ്വരൻ നോക്കിക്കോളും. നമ്മൾ ഈശ്വരനെ വിചാരിക്കുക, നമ്മൾക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പിന്നെ വേണമെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഭഗവാനല്ലേ, നമുക്ക് പറയുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ പറയാറില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഭഗവാനോട് നമ്മളൊരു ഫ്രണ്ടിനെ പോലെ വിശ്വസിച്ച്, എല്ലാ ഫ്രണ്ട്സും വിശ്വസിക്കാൻ പറ്റിയവരല്ല, ചിലപ്പോൾ നല്ല ഫ്രണ്ട്സായിട്ടൊക്കെ നമ്മളുടെ കൂടെ നിൽക്കും, അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിട്ട് കുത്തുന്ന ഫ്രണ്ട്സുകളും ഉണ്ട്. അങ്ങനത്തെ ഫ്രണ്ട്സിനെ അല്ല കേട്ടോ. നമുക്കറിയാലോ, കുറേ കാലമായിട്ട് ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവം, അവരുടെ കൂടെ ഒപ്പം നടക്കുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും കുറേ വർഷങ്ങളായിട്ട് ആരാണ് ബെറ്റർ, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയത് ആരാണെന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് അതുക്കും മേലെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ. ഒരിക്കലും ചീറ്റ് ചെയ്യില്ല നമ്മൾ. ഒരിക്കലും ചീറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഭഗവാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. എന്നും നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റിയ, നമ്മുടെ കൂടെ നടക്കുന്ന അല്ലെങ്കിൽ അത്ര വിശ്വസ്തനായ ആ ഫ്രണ്ടിനേക്കാളും എന്തുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ വിശ്വസിക്കാൻ പറ്റിയ ഒരാളെന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ മാത്രമാണ്. അപ്പോൾ ആ ഭഗവാനിൽ നന്നായിട്ട് നമ്മൾ വിശ്വസിക്കുക. ഏത് നേരം മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുക. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ എല്ലാം വൃത്തിയായി വരണേ, നന്നായി വരണേ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ എന്നൊരൊറ്റ പ്രാർത്ഥന മാത്രം മതി മക്കളെ. എന്നും ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാകും. അത് നിങ്ങൾ ആരാധിക്കുന്ന ഏത് മൂർത്തിയായാലും, ദേവിയാവട്ടെ, ശിവനാകട്ടെ, കൃഷ്ണനാവട്ടെ, ഹനുമാനാവട്ടെ, ഏത് മൂർത്തിയായാലും നിങ്ങൾ അങ്ങനെ ഉറച്ചങ്ങോട്ട് വിശ്വസിക്കുക. ബാക്കിയൊക്കെ നമ്മൾക്ക് മനസ്സിലാവും എന്തായിരിക്കും നമ്മളുടെ മാറ്റം. ഒരു മാസം നിങ്ങളിതൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അയ്യോ, എനിക്ക് ഭയങ്കര ചേഞ്ചാണല്ലോ, ഭയങ്കര ധൈര്യം വന്നിട്ടുണ്ടല്ലോ, നമുക്ക് നല്ല നല്ല ബുദ്ധികൾ വരും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്താൽ അതാണ് ബെറ്റർ, പുതിയ പുതിയ ഐഡിയാസ് നമ്മളിലേക്ക് വരും. ഇതൊക്കെ ഞാൻ അനുഭവിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.